റൂമൊക്കെ ചെക്ക് ഇൻ ചെയ്തതിനു ശേഷം കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് ഫോണൊക്കെ ഫുൾ ചാർജ് ആക്കി നമുക്കിനി ഫത്തേസാഗർ ലേക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഊബർ ഓട്ടോസ് ഇത് 3 കിലോമീറ്റർ 15 രൂപ മാത്രം, വൻ ലാഭം തന്നെ. അതേസമയം ഓട്ടോക്കാർ ചോദിക്കണം അവന്മാർ 150 പറയും. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചന്ദ്പോൾ പുലിയയിലാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി നമുക്കൊരു സൈൻ ബോർഡ് പോലെ കൊടുത്തിട്ടുണ്ട്, ഉദയ്പൂർ വെൽക്കം ടു സിറ്റി, ഹനുമാൻഘാട്ട് ലെഫ്റ്റിലേക്ക്, മാജിക ടെമ്പിൾ 700 മീറ്റർ, ബാക്കി അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഫോണടിക്കൊന്നും ഒരു കുറവില്ല കേട്ടോ. സ്മാർട്ട് സിറ്റി ആണ്. സ്മാർട്ട് സിറ്റി ഉദയ്പൂരിന്റെ ഏറ്റവും മെയിൻ ഒരു കവാടമാട്ടോ ഇത്. ഈ കവാടം ചെന്ന് കയറുന്നതന്നെ ഒരു ബ്രിഡ്ജിലോട്ടാണ്. ബ്രിഡ്ജ് നമുക്കിപ്പോൾ ഇത് കാണുന്ന ഈ പിച്ചോള ലേക്ക് ആട്ടോ. നമ്മളിപ്പോൾ പോകുന്ന ഫത്തേസാഗറിലേക്ക്. നമ്മൾ റൂം എടുത്തേക്കുന്നത് പിച്ചോള ലേക്കിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ. ഇതേപോലെ എന്താ പറയുന്നതിന് എന്തോ 2 സാധനങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ പിച്ചോള ലേക്കിന്റെ ബ്യൂട്ടി. അപ്പുറത്ത് തന്നെ ഇതുപോലെ സെയിം ഒരു പാലം കാണാം. നമ്മൾ അവിടുന്ന് ഇപ്പം നടന്നിപ്പോൾ വന്നത്. നമ്മൾ ആ നോ പാർക്കിംഗ് ചെയ്തില്ല, അവിടെ നിന്ന് നടന്ന് ഇങ്ങോട്ട് വന്ന് ക്യാബിന് എത്തിയിട്ടുണ്ട്. കോളേജിലെ യൂണിഫോം ഒക്കെ ഇട്ടിട്ടോ. ഞങ്ങളുടെ കോളേജിൽ അതേ യൂണിഫോം. 3 കിലോമീറ്റർ അപ്പുറത്തുള്ള ഫത്തേസാഗറിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ടോ. ഊബറിൽ വൻ ലാഭം കേട്ടോ. ആക്ച്വലി 15 രൂപയാണ് അതിനകത്ത് കാണിച്ചത്, പക്ഷെ ഇപ്പൊ വന്നത് 12 രൂപ ചെയ്യാൻ വേണ്ടി. ഞാൻ പിന്നെ 15 തന്നെ പേ ചെയ്തു. അപ്പൊ ഇതാണ് നമ്മുടെ ഫത്തേസാഗർ ലേക്ക്. നമ്മുടെ നക്കി ലേക്കിലുള്ള പോലെ തന്നെ സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ഇത് മെയിനായിട്ട് നമുക്ക് 7 ലേക്സ് ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ലേക്ക് സിറ്റി ഓഫ് ലേക്സ് എന്ന് പറയുന്നത്. അതിൽ 7 എണ്ണവും ആർട്ടിഫിഷ്യലാണ്, ഒരെണ്ണം പോലും ഇല്ല നാച്ചുറൽ. അതിലെ മെയിൻ 2 എണ്ണമാണ്, ഒന്ന് പിച്ചോളയും രണ്ടാമത്തേത് ഫത്തേസാഗറും. ഉദയ്പൂരിലേക്ക് വന്നപ്പോഴാണ് ഇവിടെ ഒരു ബോട്ടിംഗ് പരിപാടി ഉള്ളത്. അതായത് ഉദയ്പൂർ ബോട്ട് ക്ലബ് ബൈ ഉജ്ജൈൻ ഡ്രീമേഴ്സ്. ഇതിന്റെ റേറ്റ് വരുന്നത് വെച്ചാൽ ഇന്ത്യൻസിന് 177, പിള്ളേർക്ക് 89, ഫോറിനേഴ്സ് 354, പിള്ളേർക്ക് 177. പക്ഷെ നമുക്ക് സാധാ നോർമൽ ബോട്ടിംഗ് ഇല്ലേ, സ്പീഡ് ബോട്ട്, ചാച്ചിബിറ്റി നോക്കിയപ്പോൾ 30 രൂപ എന്നൊക്കെ വേണ്ടേ. നമുക്ക് ഈ കാണുന്ന നെഹ്റു ഐലൻഡ് ഇല്ലേ, ഇതൊരു ആർട്ടിഫിഷ്യൽ മാൻമെയ്ഡ് സാധനമാണ്. അപ്പോൾ ആ നെഹ്റു ഐലൻഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതാണ് ഇതിന്റെ സ്കീം. പിന്നെ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു മോട്ടി മഗരി ഉണ്ട്. ഇത് ആക്ച്വലി ഒരു മഹാറാണ പ്രതാപ് രാജാവിന്റെ സ്മാരകമാണ്. അപ്പൊ പുള്ളിയുടെ ഒരു പ്രതിമയുണ്ട് ഇവിടെ, ഈ കാണുന്ന പ്രതിമ. ഈ പ്രതിമ ആക്ച്വലി ടിക്കറ്റ് 20 രൂപയേ ഉള്ളൂ ചാർജ്. അപ്പോൾ ലാഭകരമാണ്, ഏറ്റവും ലാഭകരമായ സാധനമാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കിയാലോ കേട്ടോ. 20 ഒന്നുമല്ല, 150 രൂപ. ഉദയ്പൂർ മൊത്തത്തിൽ ഭയങ്കര എക്സ്പെൻസീവ് കേട്ടോ. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ആക്ച്വലി 150 രൂപ. അത് നേരത്തെ വേറെ എന്ത് വരുന്നത് കേട്ടോ, അത് മായിച്ച് ഇപ്പം റേറ്റ് കൂട്ടിയതാണ്. പെർ പേഴ്സൺ 150 രൂപ. ആംഡ് ഫോഴ്സ്, സീനിയർ സിറ്റിസൺ, സ്റ്റുഡൻസ്, ചൈൽഡ്. ഭാഗ്യം വണ്ടിക്കൊന്നും വരാത്ത, അല്ലെങ്കിൽ അതിൻ്റെ പൈസ കൊടുക്കേണ്ടി വന്നത്. ഇതുപോലെ നമ്മൾ കയറണമല്ലോ. പിന്നെ ലൈറ്റ് ഷോ ഉണ്ട് കേട്ടോ, അതിന് 100 രൂപ വരും. ഓഫ് എൻ്റെ പൊന്നെ. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി പറ്റില്ല. നമ്മുടെ പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. സിപ്പ് ലൈൻ അടിക്കുക. സിപ്പ് ലൈൻ 200 രൂപ വരെ വരുന്നുള്ളൂ. 500 മീറ്ററിന് 1/2 കിലോമീറ്റർ 200 രൂപ. അപ്പോൾ എന്താ അടിച്ചിട്ടുള്ള കാര്യം, നമുക്ക് കയറി നോക്കാം. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. ഓത്തായ. അപ്പൊ നമ്മള് പണിയെടുക്കുന്നതിന് മേനത്തൊന്നും ഇല്ലേ? നമ്മളും കഷ്ടപ്പെട്ട് തന്നെ പണിയെടുക്കുന്നത്. നമ്മളും കഷ്ടപ്പെട്ട് പണി തന്നെ എടുക്കുന്നത്. ज्यादा चार्ज 1 से 4 मेंबर का 400 रुपए चार्ज होता है ना। 400 है। 400 है तो मैंने आपको क्या बोला 200 रुपए हिसाब से तो आपको 100 मांगना पड़ता है ना। मैं एक ही बंदा हूँ ना, इसलिए तो आपको 100 ही मांगना पड़ा मुझसे। 200 बोल रहे हो, क्या है ये, क्या करूँ गाड़ी में तो गाड़ी बैठी जाओगे। ഞാൻ നടന്നു പൊക്കോളാം, 2 കാലുണ്ടല്ലോ, നടന്നു പൊക്കോളാം. ഈ വഴി തന്നെയാണോ എന്തോ, നടന്നു പോകാന്ന് പറയുകയും ചെയ്തു. എന്റെ മുന്നേ എവിടെ കൈ വെച്ചാലും കാശാണല്ലോ. ഗൈഡ് എവിടെ ചെന്നാലും അവന്മാർക്ക് ഗൈഡ്. അതും പുള്ളി പറഞ്ഞ 1 തൊട്ട് 4 പേർക്കാണെങ്കിൽ 400 രൂപ. എന്നിട്ട് പുള്ളി എനിക്ക് 200 രൂപ പുള്ളി എന്നെ ബൈക്കിൽ കൊണ്ടു കൊടുക്കാം. ഈ മേളിലോട്ട് എന്തോരം ദൂരം കാണും എനിക്കറിയാൻ പാടില്ല. നോക്കട്ടെ എന്തായാലും. ഇതാണ് വഴി. സിപ്പ് ലൈൻ അടിക്കണം. മെയിൻ അട്രാക്ഷൻ. എനിക്കൊന്നും ആകെ ഒരു 150 മീറ്റർ കാണും. 150 രൂപയ്ക്ക് 150 മീറ്റർ. 150 മീറ്റർ കയറിയപ്പോൾ തന്നെ ഇവിടെ എത്തി. ഇതെന്തോ പേൾ ഹില്ലെന്ന് പറയുന്നത്. അങ്ങനെ ഹില്ലായെന്ന് എനിക്കറിയില്ല. ഇതിനാണ് മൂപ്പര് 200 രൂപ കൊടുത്ത് ബൈക്കിൽ പെട്രോൾ അടിച്ച് പുള്ളി വരാമെന്ന് പറഞ്ഞു. ഇതെന്ന് തോന്നുന്നു പെട്രോൾ അടിക്കാനുള്ളത്. ഇതാണ് ഒന്നാമത്തെ മെയിൻ അട്രാക്ഷൻ. അതായത് ഈ മഹാറാണ പ്രതാപിൻ്റെ പ്രതിമ. പുള്ളി ഇങ്ങനെ കുതിരപ്പുറത്ത് കുന്തവും പിടിച്ചിരിക്കുന്നത്. പുറകെ കുടയുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു സാധനമുണ്ട്. ഇത് സ്മാരകമാണ്, ആക്ച്വലി മ്യൂസിയം കൂടെ തോന്നുന്നു. മേളിൽ ഒരു കുരങ്ങിരിപ്പുണ്ട്. 3 ഫ്ലാഗ് ഉണ്ട്, ഒരു റെഡും ഒരു വൈറ്റും ഒരു യെല്ലോയും. ഇത് മഹാറാണ പ്രതാപിൻ്റെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. ഈ സാധനം ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് കൊള്ളാമല്ലോ. മറ്റേ എന്താ പറയുക, ഇതൊരു റൈഡാണോ, 2 വീലർ. ഇതാണ് സ്മാരക സമരി മോട്ടി മഗരി. ഇത് 2ാമത്തെ തുള കിട്ടും ഇതിനകത്ത്. എന്താണ് ഇത്, ചെറിയൊരു മ്യൂസിയം പോലെ കേട്ടോ. പക്ഷെ 150 ഉണ്ടോയെന്നറിയില്ല, നോക്കട്ടെ.
ഇത് തിരക്കുറവാട്ടോ, അത്ര ടൂറിസ്റ്റ് സ്പോട്ടല്ല. ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല എൻ്റെ പ്രിപ്പറേഷൻ സമയത്ത്. ഞാൻ ChatGPT നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു സ്പോട്ട് ഉള്ളതായിട്ട് കണ്ട്. ആകെ നമ്മളല്ലാതെ വേറൊരു ഫാമിലി മാത്രമേ ഉള്ളൂ. ഇത് കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ ഇരിക്കുന്നു. പണ്ടത്തെ ആർട്ടിസ്റ്റുകളൊക്കെ ഒരു രക്ഷയില്ലല്ലേ, പെയിന്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കെട്ടിടം ഒന്നും പറയാനില്ല. മമ്മൂക്കട്ട് കട്ടുണ്ടല്ലേ, പഴശ്ശിരാജ കണ്ണു വയ്യാത്ത എന്നാ വേണ്ട. ഇതെല്ലാം മഹാറാണ പ്രതാപാണ്. ഇവിടെ ഏത് ചരിത്രപുരുഷൻ എടുത്താലും ചെറിയ മമ്മൂക്കട്ട് കട്ട് വരുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയോ ഒരു മമ്മൂക്കയായിട്ട് നല്ല സിമിലാരിറ്റി. ഇതാണ് കേട്ടോ ഈ രാജ്യം. ബാദൽ മഹൽ, ഇതൊക്കെ ജനാന മഹൽ, ഇതൊക്കെ എവിടെയാണ് ആക്ച്വലി? ഇത് പണ്ടത്തെയാണോ? ഇതൊക്കെ പൊളിച്ചോളാണ്. ബാഹുബലിലൊക്കെ കാണുന്ന ഒരു സെറ്റൊക്കെ നമുക്ക് കുറേ മരങ്ങളിലെ ചെറുതും. പീത്തൽ ഷാ ജെയിൻ മന്ദിർ, സൂര്യ മന്ദിർ, ഇതൊക്കെ എവിടെയാണോ എന്തോ. ഇതേതാണ് യൂണിവേഴ്സ്? കുംഭമഹൽ, കുംഭൽഗർ ഫോർട്ടിലാണോ ഇത്? ഭൈരവ് ഫോർട്ട്. ഇത് കുംഭൽഗർ ഫോർട്ട് ആട്ടോ, ശരിയാ. കുംഭൽഗർ ഫോർട്ടിന്റെ മൊത്തത്തിലുള്ളൊരു സ്കീമാണിത്. എന്തൊരു കഴിവായിരിക്കും ഇത് ഉണ്ടാക്കണമെങ്കിൽ. ഒക്കെ ഉണ്ടല്ലോ, എന്താ അറിയില്ല. മഹാറാണ പ്രതാപ്. ഇങ്ങനെയും ആൾക്കാർക്ക് ജോലിയൊക്കെ ഉണ്ട് ഓർക്കുമ്പോഴാണ്. ടൂറിസം വലിയൊരു ഇത് തന്നെ. എന്തായാലും 150 രൂപ കൊടുത്തല്ലേ, നമുക്ക് കുറച്ച് സാനിറ്റൈസർ അടിക്കാം. ഫോട്ടോ നോക്കിയപ്പോഴേ ഇവിടുന്ന് 80 കിലോമീറ്റർ ഉണ്ട്. ആക്ച്വലി നമുക്ക് ഉദയ്പൂരിൽ വേണമെങ്കിൽ ഒരു ഡേ ട്രിപ്പ് പഠിക്കാൻ പറ്റിയ സ്ഥലമാണ്. അത് ഇതുപോലെ പവർഫുൾ ഒരു സാധനം കേട്ടോ. നമുക്ക് ഇപ്രാവശ്യം മിസ്സായി. നമുക്ക് അടുത്ത വട്ടം എപ്പോഴും നോക്കാം. ഈ ഒരു മലയുടെ മണ്ടയ്ക്കായിട്ട് ഇങ്ങനെ കാണാം. പിന്നെ ഇത് ഏറ്റവും പറ്റിയിട്ടോ, ഇത് ഇത്രയുള്ള ആകെ മ്യൂസിയം എന്ന് പറയാൻ. കുറച്ച് ഫോട്ടോ നമ്മളിത് ഇവിടെ കയറി അടുത്ത സ്പോട്ട് കാണുന്ന പറയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരാം. അവിടെ പൂട്ടിയിട്ടേക്കോ, അടിപൊളി. എന്നാൽ തിരിച്ചു പോവാം. വേറെ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഇതിനകത്തുള്ളത് കേട്ടോ. ഹൽദി ഘട്ടും അതുപോലെ നമ്മുടെ കുംഭൽഗർ ഫോർട്ടിൻ്റെ ഒരു മോഡലും. അതാണ് എനിക്ക് അത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ടോപ്പ് സാധനമായിരുന്നു. പക്ഷേ ഈ സാധനത്തിന് എന്തിനാണ് ഇത്രയും സെക്യൂരിറ്റിമാരെന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. 2, 3, 4, 5 പേരെങ്കിലും കാണും. കാക്കി ഇട്ടവരുണ്ട്, ബ്രൗൺ കളർ ഡ്രസ് ഇട്ടവരുണ്ട്. ഓഫ് ഹീറോസ് മ്യൂസിയം ആയിരുന്നു കേട്ടോ. കുറേ രാജാക്കന്മാർ ഉള്ള മ്യൂസിയം. ഇത് കണ്ടോ, ഒരു സെറ്റപ്പ് സാധനമുണ്ട്. ഹാപ്പി കാർ എന്ന് പറഞ്ഞിട്ട്. ഇത് മെയിൻലി കുട്ടികൾക്കുള്ള പാട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ വട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. കൊള്ളാമല്ലേ സെറ്റപ്പ്? നമുക്ക് കയറാൻ എന്തോ, പുള്ളി ആൾക്കാരില്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും റിസർച്ച് സെൻറ്റർ കേട്ടോ. ഇതിൻ്റെ മേളിൽ മഹാറാണ പ്രതാപിൻ്റെ ഒരു പ്രതിമയുണ്ട്, പുള്ളി ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. ഇതൊക്കെ സാധനം മറ്റേ റോഡിൻ്റെ ജംഗ്ഷൻ്റെ അവിടെയൊക്കെ വെക്കുന്നതാണ്. ഇപ്പം ഒരു സ്മാരകമായിട്ട് പണിത് വെച്ചേക്കുക. പക്ഷെ ഒരുപാട് ടൂറിസം ജനറേറ്റ് ആവുന്നുണ്ട്. ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. 150 പോയി, ഒട്ടും വരത്തില്ല. ആണ് ഇവിടുത്തെ എൻ്റെ സിപ്പ് ലൈൻ കേട്ടോ. ആക്ച്വലി ലാഭകരമാണോ എന്ന് എനിക്കറിയാം. 2 സൈഡ് 500 മീറ്റർ ഉള്ളൂ. അത് അങ്ങോട്ട് 200 മീറ്റർ, ഇങ്ങോട്ട് 200 മീറ്റർ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഫ്ലൈയിങ് ചേതക് സിപ്പ് ലൈൻ അടിച്ചാലോ? എന്താണ് അഭിപ്രായം? ആരുടെ അഭിപ്രായം ചോദിക്കാം. ഞാനേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് അവിടെ വരെ ആക്ച്വലി കുഴപ്പമില്ലല്ലേ, വർത്താൻ തോന്നി 200 രൂപയ്ക്ക്. ഞാൻ ചെയ്യാൻ പോവാം. പിന്നെ അല്ലാണ്ട് നമുക്ക് ചെയ്യാം. ലെറ്റ്സ് ഗോ. സിപ്പ് ലൈൻ അഡ്വഞ്ചേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും യൂട്യൂബിലൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നെ, യൂട്യൂബ് വരുമോ? ഇത് ചെയ്യാൻ പോട്ടോ. കുഴപ്പമില്ല, വർത്താൻ തോന്നി. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. 200 രൂപ റിട്ടേൺ. ടിക്കറ്റ് ക്യാൻസൽ ചെയ്യില്ല. എന്തോന്ന് ക്യാൻസൽ ചെയ്യാം, നമ്മൾ പോവല്ലേ? പോവാം. ഇതാ വഴി. സെറ്റപ്പ് ഒക്കെ ഉണ്ടോ ഇങ്ങനെ? സേഫ്റ്റി ഗിയേഴ്സ്. നമ്മൾ പണ്ടെപ്പോഴോ മറ്റേ പാലക്കാട് അവിടെ പോയപ്പോൾ അങ്ങനെ ചേർന്നൊരു വട്ടം ചവുണ്ടോ, സത്തില്ലെങ്കിൽ ചെയ്യാം. इधर घूमो।
സാധനം കഴിഞ്ഞാട്ടോ, ഞാൻ ഫോൺ എടുത്തില്ല, ഫോൺ താഴെ പോകുന്നു മേടിച്ചിട്ട്. ഇപ്പോൾ അതേ സൈഡിൽ ഒരു പോകുന്നുണ്ടല്ലേ, പുള്ളിയും ഫോണൊന്നും എടുത്തിട്ടില്ല. മേളിൽ ചേട്ടൻ എടുത്തെന്ന് വെച്ചാൽ പുള്ളി വീഡിയോ എടുത്ത് പോരെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സാധനം കൊള്ളാൻ കേട്ടോ, ലാഭകരമാണല്ലേ. 200 രൂപയ്ക്ക് അവിടുന്ന് 250 മീറ്റർ ഇങ്ങോട്ട് 250 ഇങ്ങോട്ട്. വേറൊരു പ്രശ്നം എന്ന് അറിയാം, നമ്മൾ തിരിച്ചു വരുമ്പോഴേ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ ട്രാക്ക് മാറ്റും. നമ്മൾ ആ ടയറെ ചവിട്ടി എന്നിട്ട് നമ്മുടെ മറ്റേ ഹാർനസും കൊണ്ട് വേറെ ഇതിലോട്ട് പോകണം. എന്നിട്ട് ഇവിടെ വരുമ്പം ഇവിടെ നമ്മുടെ കാല്, നമ്മൾ ബെയർ ഫുട്ടാണ് നിൽക്കുന്നത്. ഞാൻ ലൂസ് സ്റ്റെപ്പിലാണ്ട് ഞാൻ ഒരു ബെയർ ഫുട്ടായിരുന്നു. അപ്പോൾ കാല് ഇന്ന് ഇടിച്ചിറങ്ങും. അതൊരു ടാസ്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സാധനം കൊള്ളായിരുന്നു കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ വലിയ പേടിക്കാനും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല അടിപൊളിയായിരുന്നു. പിന്നെയും പോകുന്ന അടുത്തൊരാൾ. ഇതായിട്ട് നമ്മുടെ സിപ്പ് ലൈൻ്റെ വീഡിയോ ചെറിയ കോമഡി ആയിട്ടുണ്ട്. തവള ഇരിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. പക്ഷെ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ട്. 200 രൂപയ്ക്ക് വൻ വെറുത്ത്, എനിക്കൊന്നും പറയാനില്ല. അത് ലാഭം തന്നെ. ആകെ നഷ്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ എടുത്തൊരു 150 രൂപയുടെ ഇതാണ്, 150 ടിക്കറ്റാണ്. ഇയാൾ എന്തിനാണ് നമ്മളെ ഗൈഡിനെ വിളിച്ചത് എനിക്കറിയത്തില്ല. ഇത് ചുമ്മാ ഒന്ന് ആഞ്ഞ് ചവിട്ടി കഴിഞ്ഞാൽ അപ്പം എത്തും. അത് 150 മീറ്റർ പോലും കാണത്തില്ല. അതിനാണ് പുള്ളി 200 രൂപയുടെ ഇതും കൊണ്ട് വന്നത്. എന്തായാലും മോട്ടി മകരിയും നമുക്ക് പോവാം പേൾ ഹിൽ. ഓക്കെ ബൈ.